കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എഫ്രയീം എന്നൊരു മലനാടുണ്ടായിരുന്നു. ആ മലനാടിൻ്റെ പേര് പറഞ്ഞേ കുഞ്ഞുങ്ങൾ. എഫ്രയീം. എഫ്രയീം മലനാട്ടിൽ എൽക്കാന എന്നും ഹന്ന എന്നും പേരുള്ള ഒരു ദമ്പതികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടും കുഞ്ഞു വാവകളൊന്നും അവർക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹന്നാൻ്റെക്ക് ഒത്തിരി വിഷമമായി. നമുക്കൊക്കെ വിഷമം വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും അല്ലേ? അതുപോലെ തന്നെ ഹന്നാൻ്റെയും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹന്നാൻ്റെ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ ദേവാലയത്തിൽ പുരോഹിതന്റെ അടുക്കൽ ദൈവിക സേവനത്തിനായി എന്നേക്കുമായി നൽകുമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നീണ്ട പ്രാർത്ഥനകളുടെ എല്ലാം ഫലമായി ഒരു കുഞ്ഞ് അവർക്കുണ്ടായി. ആ കുഞ്ഞിന് അവർ ശമൂവേൽ എന്ന് പേരിട്ടു. എന്താ പേരിട്ടത്? ശമൂവേൽ. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, ശമൂവേൽ. ശമൂവേൽ ബാലനായി തീർന്ന ശേഷം ഹന്നാൻ്റെ ദൈവത്തോട് പറഞ്ഞ വാക്കിനെ പാലിപ്പാനിടയായി. അങ്ങനെ ഏലി പുരോഹിതന്റെ അടുക്കൽ ദേവാലയത്തിൽ ശമൂവേലിനെ എത്തിച്ചു. തുടർന്ന് ദൈവിക സേവനത്തിന് വേണ്ടി ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളും, ഏലി പുരോഹിതന്റെ കാര്യങ്ങളൊക്കെ ശമൂവേൽ ബാലനായിരുന്നു ചെയ്തു വന്നത്. അങ്ങനെ ഒരു ദിവസം ശമൂവേൽ നേരത്തെ ഉറങ്ങാനായിട്ട് കിടന്നു. ശമൂവേൽ ഇങ്ങനെ ഉറങ്ങി വരുമ്പോൾ ആരോ ശമൂവേലിനെ വിളിക്കുന്ന ഒരു ശബ്ദം ശമൂവേൽ കേൾക്കാനിടയായി. ശമൂവേലേ, ശമൂവേലേ, അങ്ങനെ ആരോ വിളിക്കുന്നു. സാധാരണയായി ശമൂവേലിനെ വിളിക്കാറുള്ളത് ഏലി പുരോഹിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ശമൂവേൽ ഓടി ഏലി പുരോഹിതന്റെ അടുക്കലെത്തി. ഏലിപ്പച്ച, എന്നെ വിളിച്ചായിരുന്നോ എന്ന് ശമൂവേൽ ഏലി പുരോഹിതനോട് ചോദിച്ചു. ഏലി പുരോഹിതൻ പറഞ്ഞു, ഇല്ലല്ലോ മോനെ, കുഞ്ഞിനെ ഞാൻ വിളിച്ചിട്ടില്ല, പോയി ഉറങ്ങിക്കോ. അങ്ങനെ പിന്നെയും ശമൂവേൽ വന്ന് ഉറങ്ങാനായിട്ട് കിടന്നു. അതേ ശബ്ദം രണ്ടാമതും ഉണ്ടായി. പിന്നെയും ഏലിയപ്പച്ചൻ്റെ അടുത്തോട്ട് തന്നെ ശമൂവേൽ ഓടി. പക്ഷെ ഇപ്രാവശ്യം ഏലിയപ്പച്ചൻ പറഞ്ഞു, ഞാനല്ല വിളിച്ചത്. ഇനി ഇങ്ങനെ ഒരു വിളി കേട്ട് കഴിഞ്ഞാൽ ദൈവമാണെന്ന് ചിന്തിക്കണം. നിന്നോട് ദൈവത്തിന് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞ്, ദൈവമേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പറഞ്ഞാലും എന്ന് പറയണം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. മൂന്നാമതും ശമൂവേൽ വന്ന് കിടന്നു. പിന്നെയും അതേ ശബ്ദമുണ്ടായി. ശമൂവേലേ, ശമൂവേലേ എന്ന് ദൈവം തന്നെ വിളിക്കുകയാണെന്ന് ശമൂവേൽ മനസ്സിലാക്കി. തുടർന്ന് ശമൂവേൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അടിയൻ കേൾക്കുന്നുണ്ട്, എന്നോട് സംസാരിച്ചാലും എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ദൈവം അവനോട് സംസാരിക്കുകയും ഭാവിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവനോട് പറയുകയും ചെയ്തു. അങ്ങനെ ശമൂവേൽ ഇസ്രായേലിലെ തന്നെ വലിയൊരു പ്രവാചകനും നേതാവുമൊക്കെ ആയിത്തീർന്നു. ശമൂവേൽ ദൈവത്തെ ശ്രവിക്കുകയും ജനങ്ങളോട് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് കുഞ്ഞുമക്കൾക്ക് എന്താ മനസ്സിലായത്? എത്ര ചെറുപ്പമായിരുന്നാലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും അനുസരിക്കാനും കഴിയും അല്ലേ? അതാണ് നമ്മെ ശമൂവേലിൻ്റെ കഥ ഇവിടെ പഠിപ്പിക്കുന്നത്. കുഞ്ഞുമക്കൾക്കെല്ലാം ശമൂവേലിനെ പോലെ ദൈവത്തെ ശ്രദ്ധിക്കാനും നമ്മുടെ ജീവിതത്തിനായി ദൈവത്തിൻ്റെ പദ്ധതി പിന്തുടരാനും സാധിക്കട്ടെ.